1/2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തത്, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ നാരങ്ങാ നീര്, ആവശ്യത്തിന് ഉപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഇനി ഈ പാത്രത്തിലേക്ക് ചിക്കൻ വറുക്കാൻ വേണ്ടി ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ ചിക്കനായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് കോരിയിട്ട് കുറച്ചും കൂടി ഉണ്ട് വറുക്കാനായിട്ട്, അതും കൂടി വറുത്തെടുക്കട്ടെ. ചിക്കൻ വറുത്തെടുത്ത് ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില വറുത്ത് കോരിയെടുക്കാം. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് എണ്ണ ഊറ്റിയെടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ കൂടെ ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനൊരു 20 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 8 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിനകത്ത് ഒരു ലേശം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ചില്ലി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. ഈ സമയം നമുക്ക് വേണമെങ്കിൽ ഒരു പോരാത്ത ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കനും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 2 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. അടിപൊളി കേരള സ്റ്റൈൽ ചിക്കൻ കൊണ്ടാട്ടം റെഡി.